തഹാനി സ്റ്റീൽസ് എടക്കഴിയൂർ ചാവക്കാട്. ആളൂക്കാരൻ ജുവല്ലറി മുതുവട്ടൂർ, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ചാവക്കാട് തഹസിൽദാറെ മാറ്റി. പകരം കോൺഗ്രസ് യൂണിയനിൽപ്പെട്ട പാലയൂർ സ്വദേശി KT ബാബുവിനെ നിയമിച്ചു. ഏറെ രാഷ്ട്രീയ ഇടപെടലുകൾക്കൊടുവിലാണ് പുതിയ തഹസിൽദാറെ നിയമിച്ചത്. നേരത്തെ ചാവക്കാട് തഹസിൽദാറായി ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെയാണ് UDF സർക്കാർ ചുമതലപ്പെടുത്തിയത്. തുടർന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഇതിനെതിരെ രംഗത്തെത്തുകയായിരുന്നു. KT ബാബുവിനെ ചാവക്കാട് തഹസിൽദാറായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നിയമന ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ UDF പഞ്ചായത്ത് പ്രസിഡന്റുമാർ മന്ത്രി AP അനിൽകുമാറിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ നിയമനം വന്നപ്പോൾ ചാവക്കാട് തഹസിൽദാറായി ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെയാണ് ചുമതലപ്പെടുത്തിയത്. ഗുരുവായൂരിലെ UDF അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പുതിയ തഹസിൽദാരുടെ നിയമനത്തിനെതിരെ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ചില ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലാണ് TK ഷാജിയെ ചാവക്കാട് തഹസിൽദാറായി നിയമിക്കാൻ കാരണമെന്നായിരുന്നു പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം. ഇക്കാര്യം കോൺഗ്രസ് നേതാക്കൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച നേതാക്കളുടെ ശബ്ദ സന്ദേശങ്ങൾ സർക്കിൾ ലൈവ് ന്യൂസ് പുറത്തുവിട്ടതോടെ സംഭവം കൂടുതൽ ചർച്ചയായി. ചാവക്കാടിക്ക് ഇപ്പോൾ കഴിഞ്ഞ തഹസിൽദാർ കിഷോർ എന്ന് പറഞ്ഞ ഇപ്പൊ എല്ലാവരിലും വന്നിട്ടുണ്ടെന്നാണ്. എല്ലാവരെന്ന് പറഞ്ഞ തഹസിൽദാർ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം നാഷണൽ ഹൈവേയുടെ വെള്ളം കംപ്ലീറ്റ് എൻ്റെ വഴിയിലൂടെ വന്ന് ഞാനതിന് പ്രതിഷേധവും കാര്യങ്ങളും ഇതൊക്കെ വന്ന് അയാൾ ഒരു അനങ്ങാപ്പുറം എടുത്ത ആളാണ് ഇയാൾ. നമുക്ക് പോലും ബുദ്ധിമുട്ടിച്ചതാ. അയാളൊരു കാര്യം ചെയ്തില്ല. അത് ഞാൻ കോൺഗ്രസ് ആയതുകൊണ്ടാണ്. അയാൾ CPM യൂണിയനിലുള്ള യൂണിയൻ്റെ നിലപാടായി നിന്നിരുന്ന ആ ആളെ നമ്മൾ ഭരണത്തിൽ വരുമ്പോൾ ഞങ്ങളിത് കണ്ടിരിക്കണമെന്ന ഏത് തുറന്ന് നിൽക്കും നമ്മൾ അതിന് മുന്നിൽ നിരാകരിക്കേണ്ടി വരും. സമ്മതിക്കില്ല. രണ്ടാളും ഇടതുപക്ഷത്തിന് വേണ്ടി വക്കാലത്ത് പിടിക്കണവരാ. അയാൾ ഒരു മിനിറ്റ് ഉണ്ടായിരുന്നേ നമ്മുടെ യൂണിയന്റെ നേതാവല്ലേ. അപ്പോൾ അയാളെ കൊണ്ടുള്ള ശ്രമം നോക്കുന്നേ. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? നമ്മളല്ലേ ഭരിക്കണത്. അയാൾക്ക് ഒരു കൊല്ലല്ലോ. അത് ശരിയാണ്. ഷാനവാസ് പറഞ്ഞ ശരി തന്നെയാണ്. അപ്പൊ അയാളെ കൊണ്ടുവരാനുള്ള ശ്രമം നോക്ക്. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ? എന്തിനാ ഇത്? നമ്മളല്ലേ ഭരിക്കണത്. നമ്മളെ കോൺഗ്രസ് അല്ലേ. റവന്യൂ നമ്മളെ കയ്യിലല്ലേ. അവിടേക്ക് അഞ്ചാ പൂവെന്ന് പോയി കാണ്, പറഞ്ഞിട്ട് കൊണ്ടുപോവാ. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ? ഇതിൽ കളിക്കണത് ആരാ? ഏത് ആരായും ആരായാലും കുഴപ്പമില്ല. അയാൾ ഇവിടെ കൊടുന്ന ഒരു കൊല്ലത്തിന് അതായത് നമ്മളെ ഒരു മിനിറ്റ് ഉണ്ടായിരുന്ന ആളാണ്. നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് നല്ലോണം ആളെ അടുപ്പുള്ള ഒരാളാണ്. അപ്പൊ ആലൂർ പള്ളിയിൽ അപ്പുറത്തോടെ വീടടക്കം നമുക്കറിയാം. അപ്പൊ അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നോക്കണം. എന്താ പറയണത്? ഒരു കൊല്ലല്ലോ അയാൾക്ക് സർവീസ് ഇനി. അപ്പൊ അയാളെ കൊണ്ടുവരാനുള്ള ശ്രമം നോക്കുക. വേറെ നോക്കൊന്നും വേണ്ട. അതിനെ ആരെ എതിർക്കണമെന്ന് നോക്കുക. അപ്പൊ അറിയാലോ, ഞാൻ അവരെന്നെ നടത്തിക്കോട്ടെ കാര്യങ്ങളൊക്കെ. തുടർന്നാണ് എന്തു വില കൊടുത്തും TK ഷാജിയെ നീക്കി പകരം KT ബാബുവിനെ തഹസിൽദാറായി നിയമിക്കാൻ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ശ്രമം തുടങ്ങിയത്. ഒടുവിൽ പുതിയ തഹസിൽദാറായി പാലയൂർ സ്വദേശി KT ബാബുവിന് ചുമതല നൽകുകയായിരുന്നു. തഹസിൽദാറായി ചുമതലയേറ്റ TK ബാബുവിന് കോൺഗ്രസ് ഭാരവാഹികൾ സ്വീകരണം നൽകി. DCC ജനറൽ സെക്രട്ടറിയും ചാവക്കാട് ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റുമായ CA ഗോപപ്രതാപൻ അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ചു. ചാവക്കാട് മുനിസിപ്പൽ കൌൺസിലർ ആസിഫ് പാലയൂർ, കാർഷിക ബാങ്ക് പ്രസിഡന്റ് HM നൌഫൽ, INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ്, KH ഷാഹുൽ ഹമീദ്, മാളിയക്കൽ ദസ്തഗീർ, പ്രദീപ് ആലിപ്പിരി തുടങ്ങിയവർ പങ്കെടുത്തു. മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജുവല്ലറി മുതുവട്ടൂർ, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 സ്റ്റെർലിംഗ് സിൽവർ ഓർണമെന്റ്സ്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.